അനങ്ങുന്നില്ലല്ലോ. ദേവതി അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. ദേവ ഒരു കത്തുണ്ട്. എനിക്ക് കത്തോ? രേവതി മോളെ, നിന്നെയും കാത്ത് ഞാൻ ഇവിടെ കുറെ നേരം ഇരുന്നു. അസൗകര്യമില്ലെങ്കിൽ നീ അമ്മാവന്റെ വീട് വരെ ഒന്ന് വരണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വിജയനെ കാണണം. അവനോട് മാപ്പ് ചോദിക്കണം. അമ്മാവൻ തോറ്റുപോയി മോളെ, തോറ്റു. മതി. നീ എന്താടി മിണ്ടാതിരിക്കുന്നു? ഞാൻ വരുന്നില്ല. അതെന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് അദ്ദേഹം കണ്ടു. ഓ, അതിനിപ്പോ എന്താണ്? എടി, ഞാൻ കൊണ്ടുവരുന്ന പണം കൊണ്ടല്ലേ ഇവിടെ കഞ്ഞി വയ്ക്കുന്നു. അല്ലാതെ അയാള് ലേണിച്ചോണ്ട് വരുന്നുണ്ടാണ്. ഞാൻ വരുന്നില്ല. അവളൊരു ശീലാവതി. പറഞ്ഞു കേൾക്കല്ലേ? ഓമനെ മോളെ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ കുടിക്കാൻ. ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ചേട്ടൻ ഒരിക്കലും പൊറുക്കാനാകാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഞാൻ പോകുന്നു. എന്നെ മറന്നേക്കൂ. ഒരു വാക്കുകൂടി, ഓമനെ കൂടി നശിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഓമനെ, 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 ഓമനെ. മോളെ, മോളെ, എന്റെ ഓമനാ മോളെ. എന്നോട് ക്ഷമിക്കും അവ. തെറ്റ് ചെയ്തപ്പോഴും നല്ലത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിന്റെ ശിക്ഷ ഇത്രയും ക്രൂരമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നീ തെറ്റിലേക്ക് നീങ്ങിയപ്പോൾ നിന്നെ ഉപദേശിക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നിയപ്പോൾ നീ വീട് വലിച്ചെറിഞ്ഞിട്ട് നിന്റെ വഴിക്ക് പോയി. നീ എന്റെ കൂടെ കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം തകരുകയില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. എനിക്കിനി ഈ ഭൂമിയിൽ ആരുണ്ട്? അമ്മാവൻ ആരുമില്ലേ? ഇങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. ഞാൻ അമ്മാവന്റെ മോളല്ലേ? പറയൂ, ഞാൻ അമ്മാവന്റെ മോളല്ലേ? മോളെ, അമ്മാവനെ നീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, ഞങ്ങളോട് വരൂ. വരൂ അമ്മാവ. വരൂ അമ്മാവ. അമ്മാവ, ഇന്ന് മുതൽ ഇതായിരിക്കും അമ്മാവന്റെ വീട്. ദേവതി, നീ ഇനി ഹോസ്റ്റലിൽ പോകണ്ട. അമ്മാവനുണ്ടല്ലോ ഇവിടെ. ഗോവിന്ദ, അമ്മാവനോട് എല്ലാ സൗകര്യങ്ങളും മോളി ചെയ്തു കൊടുക്കും. എനിക്കെപ്പോഴും നിങ്ങളിവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും ദേവതിയോട് ചോദിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. വരൂ അമ്മാവ.
നാഗപ്പൻ, നാഗപ്പനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സഹായം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. നാഗപ്പന് സഹായം ചെയ്ത് ശീലമില്ല. സഹായം എന്ന് പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. നാഗപ്പന്റെ പ്രതിഫലം എത്ര തന്നെ ആയാലും അത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഹലോ, വിജയൻ ഹിയർ. രേവതിയുടെ കൂട്ടുകാരിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുന്ന വഴി 2-3 റൗഡികൾ ചേർന്ന് രേവതിയെ പിടിച്ചുകൊണ്ട് പോയി. അവരെങ്ങോട്ടാണ് പോയത്? ഫോറസ്റ്റ് ഡിപ്പോയ്ക്ക് അടുത്തുള്ള ഇടിഞ്ഞു വിടുന്ന ബംഗ്ലാവിന്റെ നേരെയാണ് അവർ പോയത്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, Constable, come on. എന്താ വിജയൻ, ഇതെന്ത് പറ്റി? എന്നോട് ഇപ്പോഴൊന്നും ചോദിക്കരുത് മാലതി. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പൊയ്ക്കൊള്ളാം. എന്താണ് വിജയൻ ഇതിന്റെയൊക്കെ അർത്ഥം? മാലതി, ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതമായി ഇണങ്ങിപ്പോകാൻ മാലതി കഴിയില്ലെന്ന്. ഏത് നിമിഷവും പോലീസിന്റെ കയ്യിലകപ്പെട്ടേക്കാവുന്ന ഒരു കള്ളക്കടത്തുകാരനാണ് ഞാൻ.
ഇപ്പോൾ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോട്ടെ. നിൽക്കൂ. വീണ്ടും പോലീസിന്റെ പിടിയിലേക്കാണോ പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ മതിയാകും. ഇനിയും ഞാനിവിടെ നിന്നാൽ അത് മാലതിയുടെ സൽപ്പേരിനെ കൂടെ ബാധിക്കും. വിജയൻ എന്തിനീ ജീവിതം സ്വീകരിച്ചു? മനഃപൂർവ്വമല്ല, സാഹചര്യം എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. എന്റെ ജീവിതം ഒരു കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. ആരുടെയും ജീവിതം പൂർണ്ണമല്ല വിജയൻ. എന്റെ ജീവിതത്തിലും ചിലതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ ഉറക്കത്തിൽ കണ്ട ഒരു ദുസ്വപ്നം പോലെ മറന്നേക്കൂ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കൂ. ഇനിയും എനിക്കതിന് സാധിക്കില്ല മാലതി. ശ്രമിച്ചാൽ സാധിക്കാത്തത് എന്തുണ്ട് വിജയൻ? ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ വിജയനോട് അപേക്ഷിക്കുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തിരിച്ചു വരാൻ കഴിയാത്രത്തോളം ദൂരം ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഈയിടെയായി നമ്മുടെ കാര്യങ്ങൾ വിജയം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതെല്ലാം വെറുതെ തോന്നുന്നതാണ്. വിജയൻ ഒരു കാലവും നമ്മെ വിട്ടു പോവില്ല. ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. വിജയനോട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ മാവ? മറ്റൊന്നുമല്ല, രേവതിയുടെ കല്യാണക്കാര്യമാണ്. അതിനെന്താ, നമുക്ക് നടത്തിക്കളയാം. എന്താ രേവതി? രേവതി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. നല്ല പയ്യന. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ആട്ടെ, ഞാനും കൂടെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇന്ന് വൈകിട്ട് വൈഷ്ണവ് ക്ലബ്ബിൽ അദ്ദേഹം വരും. ചേട്ടൻ വരൂ. ഷുവർ.